സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലുക. ദിക്റൻ കതീറ, അധികരിച്ച് ദിക്ർ ചൊല്ലുക. എന്തിനാ അധികരിച്ച് ദിക്ർ ചൊല്ലുക? എന്തിനാ അധികരിച്ച് ദിക്ർ ചൊല്ലുക? നമ്മളും അള്ളയും കൂടി ഒരു ബന്ധം ഉണ്ടാവണം. നമ്മൾ അല്ലാഹുവിനോട് ദ്വാരക്കും ആ ദ്വാ ഉത്തരം കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മളാരെയും ദ്വാരക്കും വല്ല ഉത്തരം കിട്ടാനുണ്ട? വല്ല ഉത്തരം കിട്ടാനുണ്ട? എന്താ കാരണം? നമ്മളൊക്കെ ദ്വാരക്കുണ്ട്, ഉത്തരം കിട്ടുന്നുണ്ട്. എന്താ ഇതിൻ്റെ കാരണം? നമ്മൾ അതിൽ കൂടി ബന്ധമില്ല. ഞാൻ ഇപ്പോൾ മിഞ്ഞാന്നിൻ്റെ ഒരാൾ പരിപാടിയിൽ കാണാക്കുമ്പോൾ ഒരു കുട്ടിയോട് ജിജ് എത്ര നിൽക്കലെന്ന് ചോദിച്ചു. ജി എത്ര എണ്ണം നിൽക്കലുണ്ട് ദിവസം? 50 എണ്ണം. എപ്പോഴാണ് ചോദിച്ചത്? എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം അഫ്ദൽ ദിക്ർ വരുമ്പോൾ 10 എട്ടോ, 5ാമത്തിൻ്റെ ശേഷം 50 എട്ട്. അത് പോരാ. 50 എണ്ണം നിൽക്കില്ല, പോരാ. നമ്മൾ ചെയ്യാം ദിവസം 1000 വട്ടം നിങ്ങളതിനായിട്ട് ഒരുമിച്ച് ഇരിക്കണ്ട. നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഞാൻ ഇന്നലെ പരിപാടിക്ക് പോകുന്നു. മഞ്ചേരിയാണ് പരിപാടി. നമ്മൾ മരിവിന് ശേഷം ചില ആളൊക്കെ ചെല്ലിയതിന് ശേഷം ബൈക്കിൽ തുടങ്ങി അള്ളാഹുവിന് തുടങ്ങി. അവിടെ എത്തിയപ്പോൾ 1000 വിട്ടെ. അതിന് മലപ്പുറത്തെത്തിയതിന് ശേഷം തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ ചില ആളൊക്കെ ചെല്ലിക്കൊണ്ടപ്പോൾ മലപ്പുറത്തെത്തിയത്. മലപ്പുറത്തെത്തിയതിന് ശേഷം ചെയ്ത് ഞാൻ അള്ളാഹു ആ പരിപാടി നടക്കുന്ന ആ സ്ഥലത്തടത്തിയപ്പോൾ 1000. അത്ര സമയം പിടിച്ച് 20 മിനിറ്റ്. അള്ളാഹുന്ന് 1000 വട്ടം നീ പറയാറില്ലേ? ഇപ്പൊ എങ്ങനെയാ മുതലേ ചെയ്യും? ഒരു പടിയും നിങ്ങൾ ചിന്തിയൊക്കെ അള്ളാഹുന്ന് ഒരു പടിയില്ല. അത് പറയാനാ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലുക. ദിക്റൻ കതീറാ, അധികരിച്ച് ദിക്ർ ചൊല്ലുക. വിശുദ്ധ ഖുർആന എല്ലാവരും 1000 വട്ടം ദിവസം ദിക്ർ ചൊല്ലി നോക്കി. നിങ്ങൾക്ക് എന്തേ ആവശ്യം നിങ്ങൾ ചോദിച്ചു നോക്കി, ഉടൻ ഉത്തരം. നമ്മൾ ഒന്നും റബ്ബിനോട് ചോദിക്കൂല, ദിക്ർ ചൊല്ലൂല്ല. അള്ളാഹ്ക്ക് ദിക്ർ ഇങ്ങനെ ചെല്ലണം. എന്ത് റാഹത്തടിക്കണം. നമുക്കിപ്പോൾ അസോസിയേഷനൊക്കെ ഒന്ന് സ്വർച്ചിരിക്കാൻ ഞാൻ വിഷമല്ലേ? അതിൻ്റെ കാരണം നമുക്ക് ദിക്റിന് പരിചയം. ദിക്ർ ചെയ്യാൻ അപ്പൊ എന്നെ സ്വർഗം ബുദ്ധി ഉണ്ടാവില്ല. അത്രയുമായിട്ടൊരു ബന്ധം എപ്പോഴും. ഇതിങ്ങനെ പതിവാക്കിയ പിന്നെ ഒരു മഹ്ലൂക്കിനോട് ജാസ്തി മഴമതിനെ കണ്ടതിക്ക് എന്തെങ്കിലും പറഞ്ഞേ പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ മരിക്കണം. മരിച്ചു പോയാൽ നമ്മൾക്ക് ആരുമില്ല. പാപ്പിയില്ല, ഉമ്മയില്ല, മക്കളുമില്ല, ആരുമില്ല. നമ്മക്ക് നമ്മൾ ചെയ്ത സ്വാലിഹായ അവരുണ്ടാവും ഖബറ് സഹായിക്കാൻ. ആ സഹായിക്കാൻ, നമ്മളെ സഹായിക്കാൻ വരണ്ടേ? നമ്മൾ തയ്യാറാക്കണം. അതിന് അള്ളാഹ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലുക. ദിക്റൻ കതീറാ, അധികരിച്ച് ദിക്ർ ചൊല്ലുക. അല്ലാഹു പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലായിരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ഉഷാറ ദിക്ർ, ഏറ്റവും ഉഷാറ ദിക്ർ നാവ് കൊണ്ടും കൽബ് കൊണ്ടുള്ള ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ടായി. ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അപ്പൊ കൽബോടുമായി. നാവോട്ടും കൽബോടുള്ള ദിക്റാണ് ഏറ്റവും ഉഷാറ ദിവസം ചെല്ലണം. നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 വട്ടം ദിവസം ചെല്ലണം. അല്ലാഹു 1000 വട്ടം അല്ലാഹു അല്ലാഹു അങ്ങനെ ചെല്ല. അള്ളി നമ്മളോട് ബന്ധപ്പെടും എപ്പോഴും. അപ്പൊ നിങ്ങൾക്കൊരു ആവശ്യമുണ്ട്, അത് പൂർത്തിയാവണം. അവിടെ ചോദിക്കുക, അല്ലാഹ്
അല്ലാഹുവേ എന്റെ ആവശ്യം പൂർത്തിയാക്കിയിട്ടാണ്. എന്താ ചോദിച്ചിട്ട് ഉത്തരം കേട്ടാത്തത്? അള്ളി നിങ്ങളെ കൽബോടി വന്നില്ല. അതാണ് ദിക്റ്. 3 ഇനം ദിക്റുണ്ട്. ഒന്ന് നാവോടും കൽബ്, ഞാൻ പറഞ്ഞു നാവോടും കൽബോടും. രണ്ടാമത്തത് കൽബോട് മാത്രം. കൽബോട് മാത്രം ദിക്റ്. അതെങ്ങനെ കൽബോട് മാത്രം ദിക്റല്ലേ? അല്ലാഹൂന്ന് ഒരു വട്ടം പറയണം, ചുണ്ടാണ്ട് പൂട്ടുക, നാവ് ഇങ്ങനെ അടക്കി വെക്കുക. എന്നിട്ട് അല്ലാഹു നിങ്ങൾ പറഞ്ഞില്ലേ, ആ പറഞ്ഞത് എങ്ങനെയാണ്? അത് എന്ത് ചെയ്യാം? ശ്വാസം കൊണ്ട് വിളിച്ചിട്ട് അല്ലാഹു. ശ്വാസം കൊണ്ട്. ഇത് രണ്ടാമത്തെ ഡിഗ്രിയാണ്. ഈ ദിക്റിന്റെ പേരെന്താ പറയുക? അംഫാസിയ. നഫസ് എന്ന് പറഞ്ഞാൽ ശ്വാസം, അംഫാസ് അതിന്റെ ബഹുവചന. അപ്പൊ ശ്വാസങ്ങളെ കൊണ്ടുള്ള ദിക്റ്. ആ ദിക്റിന്റെ പേര് അംഫാസിയ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ദിക്റ് അത് ചുറ്റും ചൊല്ലിയേക്കളെ 2 മിനിറ്റ്. അല്ലാഹു. അപ്പൊ ചുണ്ടനങ്ങാൻ പാടില്ല, ചുണ്ട് പൂട്ടിയത്. അല്ലാഹു. നാവും അടക്കി വെക്കണം. ഈ ശ്വാസം കൊണ്ട് ശ്വാസം ദീപക്കൂലേ, ദീപം മോൾക്ക് പറയുമ്പോ അവര് 5 മിനിറ്റ് പെരി പോയിട്ട് ആ ചോറ് രാത്രി ഭക്ഷണം കഴിച്ചിക്കാണ്ട് സിറ്റ് ഔട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കൂലേ? അപ്പം ചെയ്യാം. നല്ല പഴയക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത് പുകളം നോക്കും. പുതിയ പുകളെന്നാണ് ഇപ്പം പുറമേണ്ട അതുകൊണ്ട് കഴിഞ്ഞ പുകളെന്നാ പറ്റിയ പുതിയ അതിങ്ങനെ വലിക്കുമ്പോൾ നല്ല പൂക്കളെന്ന രസം, നല്ല രുചി. ഈ ദിക്റിന് ഒരു ഷർത്തുണ്ടെന്നറിയോ? 5 വക്ത് നിസ്കാരം കളാക്കാൻ പാടില്ല. നിങ്ങൾ ചെല്ലി രസം കുടുംബത്തെയും നിസ്കാരം ഒഴിവാക്കും. അതോടുകൂടി കഴിഞ്ഞു. നിസ്കാരം ഒഴിവാക്കരുത്, വേറെ നോമ്പ് ഒഴിവാക്കരുത്. നിങ്ങൾ 5 വക്ത് നിസ്കരിക്കാൻ നിർബന്ധമാണ്. ആ നിസ്കാരം ഒഴിവാക്കരുത്, ബാക്കിയുള്ള സ്വാലിഹായ അവരൊന്നും ഒഴിവാക്കരുത് എന്ന ഷർത്തോടു കൂടെ ഈ അംഫാസിയ ദിക്ർ ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ അള്ളാഹുവിടെ അപ്പാണ്ട് അടുക്കും. രണ്ടാമത്തെ ഡിഗ്രി ഔദയ്യ, ഈ അംഫാസിയ ദിക്റാണ്. ഇത് അധികരിപ്പിക്കുക. അല്ലാഹു